എല്ലാവർക്കും ലേഖാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കപ്പഴം കൊണ്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേഖാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി സ്നാക്സ് ആണ്, ഉണ്ണിയപ്പം. അത് വെറും ഉണ്ണിയപ്പമല്ല, ചക്കപ്പഴം കൊണ്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. അതിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു ഗ്ലാസ് പച്ചരിയാണ് ഞാൻ 2 മണിക്കൂർ സമയം വെള്ളത്തിലിട്ട് കുതിർത്ത് ഊറ്റിയെടുത്ത പച്ചരിയാണ്. ഇത് ഒരു 15 ചക്കച്ചുള ചെറുതായിട്ട് മുറിച്ചെടുത്തത്. ഇത് 200 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തതാണ്. നമുക്കിനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ആട്ടിയെടുക്കാം. ഞാൻ ഈ അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ വെള്ളമൊന്നുമില്ല. ചക്കയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വരിക്കച്ചക്കയാണ്. നമുക്ക് കൂഴച്ചക്കയാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണത്. ഞാൻ വരിക്കച്ചക്കയാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് ഞാൻ ആട്ട ഉപയോഗിക്കുന്നത് വെള്ളമല്ല, നമ്മൾ ശർക്കര പാനി കാച്ചി വെച്ചിരുന്നില്ലേ, അതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ആദ്യം കുറച്ചൊഴിക്കാം, ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാൻ ചക്ക അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചക്ക അരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നല്ലോണം അരയ്ക്കണ്ട. ഇതുപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. അതാണ് ചെയ്യേണ്ടത്. ഇതുപോലെ തരി കാണണം. അതുപോലെ ചക്ക അരച്ചത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. ഇനി നമുക്കിതിൽ 2 ഏലക്ക ഞാൻ പൊടിച്ച് വെച്ചിരുന്നു, അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് തേങ്ങ കൊത്തൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഉണക്ക തേങ്ങ ആയതുകൊണ്ട് നമുക്കിത് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. നെയ്യിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ നമ്മളിടുന്നത് 1 നുള്ള് സോഡാപ്പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. 1 നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിൽ 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങ കൊത്ത് വേണമെങ്കിൽ നമുക്ക് നെയ്യിൽ വറുത്തും എടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ കൺസിസ്റ്റൻസിയിലാണ് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കാനുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ കട്ടിയായിരിക്കണം, ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചൂടാം. അടുപ്പിൽ ഈ ഉണ്ണിയപ്പം ചട്ടി വെച്ചോളൂ. അതിൽ നമുക്ക് എണ്ണ ഒഴിക്കണം. എണ്ണ നല്ലവണ്ണം ചൂടായിട്ട് നമുക്ക് ഉണ്ണിയപ്പം കോരി ഒഴിക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ ഇനി ഇത് ഓരോന്നിട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. മാവ് ഒരു അരത്തപ്പി മാവ് മാത്രം നമ്മൾ ആദ്യം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് തീ ചെറുതായിട്ട് കുറച്ച് കൊടുക്കും. ഇപ്പോൾ എണ്ണ നല്ല തിളച്ചിട്ടുണ്ട്. നമുക്കിനി മീഡിയം ഫ്ലെയിമിലാക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ. ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ചെറിയൊരു സ്പൂൺ കൊണ്ട് പതുക്കെ ഇളക്കിയിട്ട് കൊടുക്കാം, മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇതുപോലെ കോരി ഒഴിച്ചെടുക്കാം. ചക്കപ്പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സ്വാദാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.